തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പം സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ വിമാനത്താവളം ഇന്ന് കേരളത്തിൽ നിന്നുള്ളതല്ല ഏറ്റവും മോശപ്പെട്ട വിമാനത്താവളമാണ്. അവിടെ ഒരു വികസനം നടക്കുന്നില്ല. എന്തിന് ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് അവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലും തുറക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസർ ഫീ ഈടാക്കുന്ന എയർപോർട്ടാണ്. ഇക്കാര്യത്തിലൊന്നും ഈ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നവർ മിണ്ടുന്നില്ലല്ലോ. സ്വകാര്യവൽക്കരണം കൊണ്ട് ഇതെല്ലാം നന്നാവുന്ന എവിടെയെങ്കിലും ഒരു സാധനമുണ്ടോ? ഈ സ്വകാര്യവൽക്കരിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനം എയർപോർട്ടുകളിലെല്ലാം യാത്രക്കാർക്ക് സൗകര്യം കൂടുതൽ. യാത്രക്കാർക്ക് അവിടെ ബ്ലേഡാണ് വെച്ചിരിക്കുന്നത്. യാത്രക്കാർ കണ്ണൂർ എയർപോർട്ടിലാണെങ്കിൽ യൂസർ ഫീ പോലും മേടിക്കുന്നില്ല. കണ്ണൂർ എയർപോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണത്. അല്ല, അവിടെ യൂസർ ഫീ കരിപ്പൂർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ഞങ്ങളുടെ ഇത് വിമാനത്താവളം നഷ്ടപ്പെട്ടതല്ല, വിമാനത്താവളം കച്ചവടം ചെയ്തതാണ്. അതിലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. പക്ഷേ ആ കച്ചവടത്തെ എതിർക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആ ബിഡിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി പങ്കെടുത്തത്, KSIDC? അല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെല്ലാ വഴികളും നോക്കി. അല്ല, ഒരു ബിഡിൽ നമ്മൾ പങ്കെടുക്കാതിരുന്ന മാറി നിന്ന് എതിർക്കുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പങ്കെടുത്തിട്ട് അത് നിയമപരമായിട്ട് പങ്കെടുത്തിട്ട് അതിൽ കൂടുതൽ പൈസ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് നിങ്ങൾ ബിഡിൽ പങ്കെടുക്കുക, പിന്നീട് ആലോചിക്കാതെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചതി ആണ് ഈ പറയുന്നത്. ബിഡിൽ പങ്കെടുത്തു, ഫോർമലായിട്ട് പങ്കെടുത്തു. ബിഡിൽ പങ്കെടുത്താൽ പിന്നെ സ്വാഭാവികമായിട്ടും അതെവിടെ പോകുന്ന എല്ലാവർക്കും. ഈ ബിഡ് എന്നൊക്കെ പറയുന്നത് വെറും ടെക്നിക്കല്ലേ. ഇതിൻ്റെ കച്ചവടം ഡൽഹിയിൽ വെച്ച് അദാനിയുമായിട്ട് സംസാരിച്ചിട്ടേ നടത്തത്. ആ ബിഡിൻ്റെ എത്ര എമൗണ്ട് ആണെന്ന് അയാളുടെ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ കോട്ട് ചെയ്യണത്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പിണറായി വിജയനെ വിളിച്ച് നരേന്ദ്രമോദി പറയാം ആ ബിഡിൽ പങ്കെടുക്കണം, ഇതിൻ്റെ ബാക്കി ആ കാര്യങ്ങളെല്ലാം ചെയ്ത്. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇത് അദാനിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ചില ആളുകളെ നിയമിക്കേണ്ട ആളിൻ്റെ യോഗ്യത വെച്ച് അഡ്വർടൈസ് ചെയ്ത് വേറെ ആൾക്കത് കാണില്ല. അങ്ങനെ നടത്തിയ ഒരു പകൽ കൊള്ളയാണിത്. എന്തായാലും തീരുമാനം നടപ്പിലായിട്ടില്ല. അടുത്ത മന്ത്രിസഭയാണ് ഇനി തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങളെ തിരിച്ചു പിടിക്കും അധികാരത്തിൽ വന്നാൽ. വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം നടത്തില്ല. ഞങ്ങളങ്ങനെ ഈ ആളുകളെ ഇപ്പോൾ രാജേഷ് പറഞ്ഞ അവിടെ ഡ്യൂട്ടി ഫ്രീ ആരാ പൂട്ടിയ ഡ്യൂട്ടി ഫ്രീ ഷാപ്പ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അല്ല, ഞാൻ പറയുന്ന ഈ സമരം ചെയ്യുന്നവർ അവിടുത്തെ യാത്രക്കാർക്കുള്ള സൗകര്യത്തിൻ്റെ കാര്യം ഇത് തന്നെ ആൾ ഇന്ത്യ എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലല്ലേ അത് കിടന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാനാ? അല്ല, ഈ സമരം ചെയ്യുന്നവർക്ക് ഇന്ന യാത്രക്കാരുടെ സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് പറയാം. കൊടുക്കണമല്ലോ. അതിനൊന്നും ബുദ്ധിമുട്ടുള്ളതല്ലോ.